AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കേരളത്തിൽ നിന്നും വീണ്ടും ആലപ്പുഴയുടെ മണ്ണിൽ വിജയിച്ച് നേടിയെടുത്തത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു. 55,000-ഓളം വോട്ടുകൾക്ക് തൻ്റെ പഴയ തട്ടകം CPIMൻ്റെ കയ്യിൽ നിന്നും തിരികെ പിടിച്ചെടുത്തു. ദേശീയ സെക്രട്ടറി സ്ഥാനം, അതായത് തെരഞ്ഞെടുപ്പിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യേണ്ടത് KC വേണുഗോപാൽ തന്നെയെന്ന് ഇതിനോടകം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരനും അതുപോലെ തന്നെ മുതിർന്ന പല നേതാക്കളും വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ VD സതീശൻ ഇതുവരെ കാര്യമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. VD സതീശൻ എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയും ഒന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എന്തു തന്നെയായിരുന്നാലും KC വേണുഗോപാലിന് തന്നെയാണ് ഹൈപ്പ് കൂടുതൽ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ, അതായത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ വലിയ വിജയം അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോക്സഭയിൽ തന്നെ ഏറ്റവും ഉയർന്ന ലീഡ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനകത്ത് തന്നെ ഉള്ള നിയോജക മണ്ഡലത്തിലാണ്, ആലപ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. 7 സെഗ്മെൻറ്റുകളിലും ലീഡ് KC വേണുഗോപാലിന് തന്നെയാണ് ലഭിച്ചത്. അതിൽ വളരെ കുറഞ്ഞത് ഹരിപ്പാടും അതുപോലെ തന്നെ കായംകുളവും ഒക്കെയാണ്. അവിടെയൊക്കെയാണ് രണ്ടാം സ്ഥാനത്ത് BJP വന്നതും കോൺഗ്രസ്സിന് നേരിയ വ്യത്യാസം 1500 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഈ സെഗ്മെൻറ്റുകളിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. പരമ്പരാഗതമായി CPIMന് അനുകൂലമായി ചിന്തിക്കുന്ന ഇടത് പ്രവർത്തകർ അതിശക്തമായുള്ള കായംകുളത്തും അമ്പലപ്പുഴയിലുമൊക്കെ വലിയ തിരിച്ചടിയാണ് CPIMന് ഇത്തവണ നേരിടേണ്ടി വന്നത്. എന്നാൽ ഹരിപ്പാട്, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ ഹരിപ്പാട് കോൺഗ്രസിന് ഒന്നാമതെത്താൻ കഴിഞ്ഞുവെങ്കിലും കാര്യമായിട്ടുള്ള ഒരു വോട്ട് ഷെയറിലെ വർധനവ് കോൺഗ്രസ്സിന് ഉണ്ടാകാത്തതും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാലിൻ്റെ തട്ടകമായിട്ടുള്ള ആലപ്പുഴയിൽ അദ്ദേഹം മുൻകാലങ്ങളിൽ 2006 MLA ആയിരുന്ന വ്യക്തിയാണ്. മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രി കൂടിയായിരുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ കൂടി KC വേണുഗോപാലിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി കേന്ദ്രം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മികച്ച രീതിയിലുള്ള പോരാട്ടത്തിന് പരിസമാപ്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ദേശീയ നേതൃത്വം തന്നെ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ തിരികെ അധികാരം പിടിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിന് മികച്ച ഒരു മുഖം എന്നത് KC വേണുഗോപാൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച പോലുമില്ല എന്ന രീതിയിലേക്ക് കേന്ദ്രം ഉചിതമായൊരു നടപടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത്രമേൽ സുദൃഢമാണ് കാര്യങ്ങൾ. VM സുധീരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസുമായി ഇപ്പോൾ ഔദ്യോഗിക പക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്നവർക്ക്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർക്കും KC വേണുഗോപാൽ എന്നത് പൊതു താല്പര്യം തന്നെയാണ്. AICC ജനറൽ സെക്രട്ടറി ആയ വ്യക്തി എന്ന രീതിയിൽ KC വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ആർക്കും പരാതി ഉന്നയിക്കാനോ അല്ലെങ്കിൽ എതിരഭിപ്രായം പറയാനോ കഴിയില്ല. എല്ലാവരും ഗ്രൂപ്പിനതീതമായി ഒറ്റക്കെട്ടായി KCയോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.